ഇവിടെ ലാഭമാ, ഏതായാലും ദോഷം വരില്ല. സ്ലോട്ടർ ടാപ്പിങ്ങിന് ഏക്കറിന് 50,000 രൂപ വെച്ച് ഇവിടെ കിട്ടുന്ന ലാഭമാ. നല്ല മരങ്ങളാ, 3 വർഷം കൊണ്ട് ക്ലിയർ ചെയ്താൽ മതിയല്ലോ. നമ്മൾ കൊടുക്കുന്ന കാശ് അവസാനം മരം വെട്ടിവിറ്റാൽ പോലും കിട്ടും. അതുവരെ കിട്ടുന്ന റബ്ബർ ലാഭം. മുതലാളിയോട് പാപ്പി എല്ലാ കാര്യവും സംസാരിച്ചു. ഇനി അഡ്വാൻസ് കൊടുക്കണം, കരാർ എഴുതണം, അത്ര തന്നെ. അത് നമുക്ക് ഉടനെ ചെയ്യാം. പിന്നെ കരാർ എഴുതുമ്പോഴേ ബംഗ്ലാവിന് പുറകിലുള്ള സ്ഥലം വേണമെന്ന് പറയണം. അതെന്താ? ഏറ്റവും നല്ല മരങ്ങൾ അവിടാണ്. വലിയ മുതലാളിയില്ലേ? ഹേമക്കുഞ്ഞ് കുളിമുറിയില്ല. കുളി കഴിഞ്ഞ് കാണും, വിളിക്കാം. വലിയ മുതലാളിയാണ് ചോദിച്ചത്. പല ആലോചനയും വന്നു. ഹേമക്കുഞ്ഞിന് ഒന്നും പിടുത്തമല്ല. എന്റെ വാച്ചറെ, ഹേമക്കുഞ്ഞിന്റെ കാര്യമൊന്നും ഞങ്ങൾ ചോദിച്ചില്ല. അതെ, വലിയ മുതലാളിയുടെ ഇളയ മോള് തന്നെ ഹേമക്കുഞ്ഞ്. മറ്റുള്ളതിനൊക്കെ കല്യാണം കഴിച്ച് അയച്ചു. ഇതൊന്നും അറിയില്ലല്ലേ? എന്നാ പറഞ്ഞുതരാം. ഹേമക്കുഞ്ഞിന്റെ മൂത്തത് ശേഖരൻകുഞ്ഞ്. ശേഖരൻകുഞ്ഞിന്റെ മൂത്തത് 2 പെണ്ണുങ്ങളാ. അതിലൊന്നിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു കളക്ടറാ. ആര്? കളക്ടർ. അതിന്റെ ഇടയിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിലുള്ള ഒരു എസ്റ്റേറ്റ് ഉടമസ്ഥനാ. കള്ള മരിച്ചുപോയി. വാച്ചറെ, ഇദ്ദേഹം വലിയ മുതലാളിയെ കാണാനാ വന്നിരിക്കുന്നത്. ഇതാണോ പയ്യൻ? കൊള്ളാം, വീട് മിടുക്ക്. ഈ പയ്യനെ ഹേമക്കുഞ്ഞിന് ഇഷ്ടമാകും. ഞാനൊരു ബിസിനസ്സുകാരൻ സംസാരിക്കാൻ വേണ്ടി വലിയ മുതലാളിയെ കാണാൻ വന്നതാ. കുഞ്ഞു വന്നല്ല. വാച്ചർക്ക് ചെവി അല്പം പതുക്കെയാണെന്ന് തോന്നുന്നു. കൊള്ളാം, ഇത്ര നേരം സംസാരിച്ചിട്ട് തോന്നുന്നേ ഉള്ളൂ. അല്ല, ഒരു ലോഹ്യത്തിന് പറഞ്ഞെന്നേ ഉള്ളൂ. ഞങ്ങളുടെ വാച്ചറുടെ ചെവിയുടെ കാര്യത്തിൽ ഒരു ലോഹ്യം പറയണ്ട. വീട്ടുവിശേഷങ്ങൾ മുഴുവനും പറഞ്ഞു. കൂടുതലൊന്നും പറയിപ്പിക്കണമെന്ന് വിചാരിച്ചാ ഞാൻ ഇറങ്ങി വന്നത്. പറയാം. അകത്തേക്ക് എല്ലാം പറഞ്ഞു. അങ്ങനെ തന്നെയാണോ പറഞ്ഞത്? അടി വാങ്ങിച്ചു തരല്ലേ? ഹേമക്കുഞ്ഞിന് ഇഷ്ടമായാൽ വലിയ മുതലാളിക്ക് തടസ്സമൊന്നുമില്ല. ഏതായാലും അകത്തോട്ട് ഇരുന്നാട്ടെ. വാച്ചറെ, ഇരുന്നാട്ടെ. ഇനി നമുക്ക് 4 വാക്ക് സംസാരിക്കാം. ഇല്ല, എന്നിട്ട് ഇവിടെ ഇല്ല. പാപ്പി എന്നൊരാള് വന്ന് സ്ലോട്ടർ ടാപ്പിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. ഓ, അത് നിങ്ങൾക്ക് വേണ്ടിയാണോ? അതെ. ഇരിക്കെ. വ്യവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിൽ മാറ്റമൊന്നുമില്ല. മുതലാളി പറഞ്ഞ വ്യവസ്ഥകളൊക്കെ സമ്മതിച്ചു. 25 ഏക്കറിന് അഗ്രിമെന്റ് എഴുതാം. 25 ഏക്കറോ? നല്ല കഥ. 250 ഏക്കറാണ് ഞാൻ സ്ലോട്ടറിനായി കൊടുക്കുന്നത്. അത്രയും സ്ഥലം റീപ്ലാൻ ചെയ്യാനാണ്. 25 ഏക്കറായി ഞാൻ കൊടുക്കില്ല. ഞാൻ വലിയ പണക്കാരനൊന്നുമല്ല. കാഞ്ഞിരപ്പള്ളിക്കടുത്ത് കുറച്ച് ഭൂമി ഉണ്ടായിരുന്നത് വിറ്റു. പിന്നെ ചില സ്നേഹിതന്മാരൊക്കെ സഹായിച്ചു. അതും കൊണ്ടാണ് ഈ ബിസിനസ്സിന് ഇറങ്ങിയിരിക്കുന്നത്. ഒരു ഉറച്ച ബിസിനസ്സുകാരനല്ലാത്ത നിങ്ങളുമായിട്ട് എങ്ങനെയാ കരാറൊപ്പിടുക? 25 ഏക്കർ തരാമെന്ന് വെച്ചാൽ തന്നെ സമയത്തിന് രൂപ തരികയും
കാലാവധിക്കുള്ളിൽ മരം വെട്ടിമാറ്റി ക്ലിയർ ചെയ്യുകയും ചെയ്യുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? മാത്രമല്ല 25 ഏക്കറിന് 12.5 ലക്ഷം രൂപയാവും. 3 തവണകളായിട്ടാണെങ്കിൽ പോലും ഇപ്പൊ 5 ലക്ഷം രൂപ തരാൻ നിങ്ങൾ എന്ത് ചെയ്യും? അതിപ്പോ തന്നെ വന്നേക്കാം. ഹേമേ, എന്താണ് അച്ഛാ? ചായ കൊടുത്തയക്ക്. ശേഖരം മുറിയിലുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് വരാൻ പറ. 5 ലക്ഷവും ഉണ്ട്. എഗ്രിമെന്റ് എഴുതുമ്പോ പണം തന്നാ മതി. എഗ്രിമെന്റ് ഒക്കെ ഇവിടുത്തെ സൗകര്യം പോലെ എഴുതിയാ മതി. കാഞ്ഞിരപ്പള്ളിയിൽ ഏതാ വീട്? പറഞ്ഞാൽ അറിയില്ല. ഒരു സാധാരണ വീടാ. എന്റെ അച്ഛൻ അരുന്ധതി എസ്റ്റേറ്റിൽ ഒരു ക്ലാർക്കാ. ഓഹോ, അച്ഛനെ വിളിച്ചോ? ആ വിളിച്ചു. സ്ലോട്ടർ ടാപ്പിങ്ങിന് നിശ്ചയിച്ചിരിക്കുന്ന എസ്റ്റേറ്റിൽ 25 ഏക്കർ ഇയാൾ കൊടുത്തു. അതെന്ത് വൃത്തികരാണ് അച്ഛാ 25 ഏക്കറായിട്ട് സ്ലോട്ടറിന് കൊടുക്കുന്നത്. ആ പോട്ടെ, ഇത് ഞാനങ്ങ് സമ്മതിച്ചു. ഇയാള് പുതുതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആളാ. ആളുകളോട് കരുണ കാണിക്കാനിരുന്നാൽ നമുക്കത് ബുദ്ധിമുട്ടും ശല്യവുമാണ്. അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യണം. 3 വർഷം കാലാവധി പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്രയും വേഗം സ്ലോട്ടർ നടത്തി മരം മുറിച്ചു മാറ്റി തരണം. ഞാൻ ശ്രമിക്കാം. ആ, മാധവില്ലേ മോളയോടെ? മാധു മാർക്കറ്റിൽ പോയച്ചാ. താങ്ക്സ്. നോ മെൻഷൻ. എന്താ പേര്? ഗോപി. ഒരു ചെറിയ സഹായം ചെയ്യണം. ബംഗ്ലാവിന് പുറകിൽ തെക്ക് വടക്കായി 25 ഏക്കർ സ്ഥലം തന്നാ മതി. അപ്പോ ലോഡിങ്ങിനൊക്കെ സൗകര്യമായിരിക്കും. നിങ്ങളൊരു സമർത്ഥനാണ്. ആഹാ, സാറേ, സാറിന്റെ ഭാഗ്യനക്ഷത്രം ഉദിച്ചെന്നാ തോന്നുന്നേ. ആഹാ, ഗോപി സാറ് കോളടിച്ചല്ലോ. നല്ല മരങ്ങൾ. കോളടിച്ചെന്ന് പതുക്കെ പറഞ്ഞാ മതിയോ? ഗോപി സാർ എല്ലാ തരത്തിലും കോളടിച്ചില്ലേ? അങ്ങോട്ട് നോക്കി. അതാരാ പെൺകുട്ടി? വലിയ മുതലാളിയുടെ ഇളയ മോളാ. നമ്മൾ വെട്ടു തുടങ്ങുന്ന കാര്യം ഞാനൊന്ന് പോയി പറഞ്ഞിട്ട് വരാം. ചെല്ലേ ചെറുതായിട്ട്. വന്നാട്ടെ, നമുക്ക് ജോലി തുടങ്ങാം. തുടങ്ങാ. വലിയ മുതലാളിയില്ലേ? പുറത്തു പോയിക്കാൻ. ശേഖരൻ സാറ് ചേട്ടൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയി. ഇന്ന് ടാപ്പിംഗ് തുടങ്ങാണ്. ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. തോക്കുമായിട്ട്? ആ തോട്ടത്തിനരികിൽ പുഴയുടെ തീരത്ത് കാട്ടുപന്നിയും കേഴയൊക്കെ ഇറങ്ങുമെന്ന് ചിലര് പറഞ്ഞു. പകൽ ഇറങ്ങില്ല. ഞാൻ തോട്ടത്തിൽ തന്നെ ഒരു ഷെഡ് കെട്ടി താമസിക്കാൻ പോകും. വെടിയും പടയും ഒക്കെ കണ്ടും കേട്ടും പരിചയിച്ച കാട്ടുജീവികളാണ്. മാടത്തിലിരുന്ന് മഞ്ഞു കൊള്ളാം. എനിക്ക് ഉന്നം പഴിക്കാറില്ല. കാണാം. എന്താ രണ്ടുപേരും കൂടെ രഹസ്യം പറയുന്നേ? ഉറക്കെയാണ് പറഞ്ഞത്, വാർത്ത കേൾക്കാനിട്ടാ. ഇല്ല, ഞാൻ ആരോടും പറയില്ല. ഹേമക്കുഞ്ഞിന്റെ ഇഷ്ടത്തിനെതിരായിട്ട് ഞാൻ നിൽക്കില്ല. മനസ്സിലായി. വരട്ടെ. ആ. സാറേ, മറ്റുള്ള ആൾക്കാര് നാളെ രാവിലെ എത്തുമല്ലോ. വരും. മുകളിലോട്ട് എന്നിട്ട്
ഹംസേ ഉഗ്ര ഓഫീസാറിന് ഖുഷി